മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച ഹൈക്കോടതി. ദുരന്തം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞെന്നും ഇതുവരെ തീരുമാനമെടുക്കാനായില്ലേ എന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചു. ഓഗസ്റ്റ് 13-നകം തീരുമാനമറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഒരാണ്ട് തികഞ്ഞത്. ആ ഓർമ്മകൾ നമ്മെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴിതാ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാത്തതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കോടതി എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? കേന്ദ്ര എക്സ്പെൻഡിച്ചർ മന്ത്രാലയം അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ കേന്ദ്രത്തോട് ഹൈക്കോടതി തിരിച്ചു. ഇതുവരെയും ഒരു തീരുമാനം എടുക്കാനായിട്ടില്ലെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അതായത് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ ബാങ്ക് വായ്പ എഴുതി തള്ളുന്ന ഒരു കാര്യം എഴുതി തള്ളാൻ തയ്യാറായിരുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ആ സമയത്തും നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ വായ്പ പൂർണ്ണമായും കേരള ബാങ്ക് എഴുതി തള്ളിയിട്ടുണ്ട്. മറ്റു ബാങ്കുകൾക്ക് ഇത് പരിഗണിക്കാൻ കഴിയില്ലേ എന്ന് അന്ന് കോടതി ചോദിച്ചിരുന്നു. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും S ഈശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇത്തരത്തിൽ ഈ കേസ് പരിഗണിച്ചിരുന്നത്. അത് വായ്പ എഴുതി തള്ളാൻ കഴിയില്ലെന്നും മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അതുപോലെ വായ്പ പുനഃക്രമീകരണം നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. അന്ന് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത SLDC യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് RBI ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലാണ് തീരുമാനത്തിലെത്തിയിരുന്നതെന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. അതേസമയം എപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, ഇതുവരെയും തീരുമാനമെടുക്കാനായിട്ടില്ല എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ദുരന്ത ബാധിതരോട് അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ എപ്പോൾ തീരുമാനമെടുക്കണം, ഈ മാസം 13-നകം തീരുമാനം അറിയിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. തീരുമാനം എന്തായാലും കേന്ദ്ര സർക്കാർ ഉടനെ അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകൂ എന്നുമാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ദുരന്തമുഖത്തെ സൈനിക സേവനത്തിലുള്ള 17 വർഷത്തെ പ്രതിഫല തുക വിനിയോഗവും ദുരന്ത ബാധിതർക്കായി പദ്ധതി ചെലവഴിക്കാൻ സർക്കാർ ഭരണാനുമതി ലഭിച്ച 104 കോടി രൂപ 18 പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്നും ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതുപോലെ 50 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചുവെന്നും സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട്. മറ്റ് പദ്ധതികൾക്ക് ഉടൻ ഭരണാനുമതി നൽകുമെന്നും സർക്കാരിന്റെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഭവ്യ, ദുരന്തഭൂമി പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ചതാണ്. ദുരന്ത ബാധിതരെ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. അവരുടെ ദുരിതം കേട്ടതാണ്. അപ്പോൾ പോലും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വലിയ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനെതിരെ ഐഷ തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. കാണാതായ ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായിരുന്ന ചേർത്തല വാരനാട് സ്വദേശി റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വസ്തുവിന്റെ ആധാരം രജിസ്റ്റർ ചെയ്യാനിരുന്നതിന്റെ തലേ ദിവസം ഐഷയെ കാണാതാകുമ്പോൾ സ്ഥലം വാങ്ങാൻ വായ്പയെടുത്ത പണം ഉൾപ്പെടെ സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്നു. കാണാതായ ദിവസവും പിന്നീടും ഐഷയുടെ ഫോണിൽ നിന്നും തനിക്ക് കോൾ വന്നിരുന്നുവെന്നും എന്നാൽ ഫോൺ എടുക്കുമ്പോൾ മിണ്ടാറില്ലെന്നും റോസമ്മ പറഞ്ഞു. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ തിരോധാന കേസുകളിൽ സമാനമായ കോളുകൾ ബന്ധുക്കൾക്ക് ലഭിച്ചതിനാൽ ഐഷയെ സെബാസ്റ്റ്യൻ വകവരുത്തിയതാകാമെന്നാണ് റോസമ്മ ഉറച്ചു വിശ്വസിക്കുന്നത്. കേസിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായതായും റോസമ്മ ആരോപിച്ചു. പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനും ഒപ്പം തന്നെ ഇവിടെ നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീയെ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകവലയിലാണ്. അവിടെയുള്ള റോസമ്മ എന്ന വ്യക്തിയാണ് നമ്മളോട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഐഷയെ അറിയുമായിരുന്നു? അറിയാം. സെബാസ്റ്റ്യനെയും അറിയാം. എങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാവരും തമ്മിലൊരു പരിചയം? എല്ലാവരെയും കാണുന്നോ മിണ്ടുന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് അവരുമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഐഷ എന്നെ പോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു. എനിക്കും ഒരു സഹായിയായിരുന്നു. ഐഷയ്ക്ക് ഞാനും ഒരു സഹായിയായിട്ട് ഞങ്ങൾ പരസ്പര സഹായത്തിൽ. എങ്ങനെയാണ് സെബാസ്റ്റ്യനുള്ള പരിചയം? എങ്ങനെയാണ്? സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു. റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറമ്പത് വെച്ചു. പക്ഷെ ആരും വന്നില്ല.
അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ച പയ്യുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പരം വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മപരം അറിയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഈ ഐഷയും സെബാസ്റ്റിനും ഒരുമിച്ചല്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഐഷയും സെബാസ്റ്റിനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഒന്നുണ്ടായിരുന്നേ ഉള്ളൂ. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ? ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പറഞ്ഞു സെബാസ്റ്റിനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഉള്ളതുകൊണ്ടല്ലേ അത്രയും തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിന്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞോണ്ട്. ഈ പണമിടപാടും ഐഷ കാണാതാകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോ ആ ദിവസം വിളിച്ചിട്ടുള്ള ഒരാള് റോസമ്മ ചേച്ചിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കോള് വന്നതേ ഉള്ളൂ, ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാതിരുന്നത്? ഐഷ എല്ലാവർക്കും വേറെ ആരെങ്കിലും ആയിരിക്കും വിളിച്ചത്. ഐഷയുടെ ഫോണിൽ നിന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും വിളിച്ചത്. ഐഷ തിരോധാന കേസിലെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. സ്കൂൾ വേനൽ അവധി മാറ്റം എല്ലാവരോടും ആലോചിച്ച് മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം ഉണ്ടാവില്ലെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ഏത് തീരുമാനമെടുത്താലും കുട്ടികൾക്ക് ഗുണകരമാകണം, ഒരു നിർബന്ധവുമില്ല. എല്ലാവരും കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കണമെന്നും മന്ത്രി. ഫിറ്റ്നസ് ഇല്ലാതെ ഒരു സ്കൂളിനെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സർക്കാർ ശമ്പളം വാങ്ങുന്നവർ സർക്കാർ ഉത്തരവുകൾ പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാനിതൊരു ഔദ്യോഗിക കാര്യമായിട്ടല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ആ ചർച്ചയുടെ ഫലമായി നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 1% മുന്നിൽ നിൽക്കുന്ന അഭിപ്രായം. ആ അഭിപ്രായം കുട്ടികൾക്ക് ഗുണമാവണം. ഏത് തീരുമാനം എടുത്താലും കുട്ടികൾക്ക് അത് ഗുണമാകണം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഉണ്ടായാൽ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഗവൺമെന്റിന്റെ ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യതയുണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്കൂൾ അവധി മാറ്റത്തിൽ എല്ലാവരുമായി കൂടിയാലോചിച്ച് അഭിപ്രായം പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വെച്ചത് നല്ല കാര്യം, അതിലൊരു തെറ്റുമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ചയ്ക്ക് അത് വെച്ചു എന്നൊന്നും തെറ്റൊന്നുമല്ല. അദ്ദേഹം വിചാരിച്ചത് കാരണം 60 ദിവസത്തിൽ ഒരുപാട് ദിവസം അവധി കൊടുക്കേണ്ടി വന്നു. ഇത് കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു. കനത്ത മഴയായതുകൊണ്ട് അങ്ങനെ അവധിയുള്ളതുകൊണ്ട് ക്ലാസ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സമയം അവധി കൊടുത്താൽ പോലെ എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ചർച്ച ചെയ്തോട്ടെ, ചർച്ച ചെയ്യട്ടെ, തീരുമാനമൊന്നും എടുക്കരുത്. നമ്മൾ എല്ലാത്തിലൊന്നും കയറി അങ്ങനെ എതിർക്കില്ല. അതിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. അഭിപ്രായം ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് പറയും. പല വശങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ചൂടിന്റെ വിഷയമുണ്ട്, അങ്ങനെ ഈ മഴക്കാലത്ത് വെക്കേഷൻ കിട്ടിയതുകൊണ്ട് കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കൊരു എല്ലാവരും കൂടിയുള്ളൊരു അവധിയും എല്ലാം കൂടിയല്ലേ. എല്ലാ വിവിധ വശങ്ങൾ ശാരീരികവും മാനസികവും കാലാവസ്ഥപരവുമായ കാരണങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എടുക്കാൻ പറ്റും. സ്വർണം വെള്ളി